ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ജനുവരി 18-ാം തീയതി അല്ലെങ്കിൽ 19-ാം തീയതിയാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാനുള്ള ഒരു തീയതിയായിട്ട് ICC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രിലിമിനറി സ്ക്വാഡിനെയെങ്കിലും ഈ 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യ പ്രഖ്യാപിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഏറ്റവും പുതിയതായി വരുന്ന ഒരു വാർത്ത അനുസരിച്ചിട്ട് സഞ്ജു സാംസന്റെ കാര്യത്തിൽ BCCI അൺഹാപ്പി ആണ് എന്നുള്ളൊരു വാർത്ത സ്പോർട്സ് ടുഡേ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകദിന ടൂർണമെന്റ് ആയിട്ടുള്ള വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു ടൂർണമെന്റിന്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഫൈനൽ മത്സരത്തിൽ ഇപ്പോൾ ഏറ്റുമുട്ടാൻ പോകുന്നത് വിദർഭയും കർണാടകയും തമ്മിലാണ്. കേരളത്തിന്റെ മത്സരങ്ങളെല്ലാം തന്നെ ആദ്യം തന്നെ അവസാനിച്ചതാണ്. പ്രിലിമിനറി റൗണ്ടിൽ കേരളം കളിച്ചിരുന്നു, അവിടെ കേരളം തോറ്റു പുറത്താവുകയായിരുന്നു. ആ ഒരു മത്സരങ്ങളിൽ ഒന്നും തന്നെ സഞ്ജു സാംസൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. എന്തുകൊണ്ടാണ് സഞ്ജു സാംസൺ കേരളത്തിന് വേണ്ടി കളിക്കാതിരുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ നമ്മുടെ കയ്യിലില്ല. ഏതായാലും അതിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ട് തന്നെ അതിന് വലിയ ഒരു അതൃപ്തി BCCI പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സ്പോർട്സ് ടുഡേ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെലക്ടർമാർക്ക് കൃത്യമായിട്ടുള്ള ഒരു വാലിഡ് റീസൺ കിട്ടിയില്ലെങ്കിൽ സഞ്ജു സാംസനെ പരിഗണിക്കില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ വർഷം ഇതുപോലെയുള്ള ഒരു ഇൻസിഡന്റ് നമ്മൾ കണ്ടതാണ്. ഇഷാൻ കിഷന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ശ്രേയസ് അയ്യരുടെ കാര്യത്തിലും ഈ രണ്ടുപേരും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ അവർ പങ്കെടുക്കാതിരുന്നത് കൊണ്ടാണ് അവരെ അന്ന് മാറ്റി നിർത്തിയത്. അവരെ സെൻട്രൽ കോൺട്രാക്റ്റിൽ നിന്ന് വരെ അന്ന് ഒഴിവാക്കിയിരുന്നു. പിന്നീട് രണ്ടുപേരും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പങ്കെടുക്കുകയും ഇപ്പോൾ വീണ്ടും സെലക്ഷൻ പ്രോസസ്സിന്റെ ഭാഗമായി വരികയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സഞ്ജു സാംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും ഒരു ഇൻ ആൻഡ് ഔട്ട് ആയിട്ടുള്ള താരമായിരുന്നു. പലപ്പോഴും ടീമിൽ വരും, പിന്നെ പുറത്തു പോകും. അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ടീമിൽ ഉണ്ടായിരുന്ന ഒരു താരമല്ല. 2024 T20 ലോകകപ്പിൽ ഇന്ത്യ ജയിക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസൺ ടീമിലുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന സിംബാബ്വെ പര്യടനത്തിലും പിന്നീട് നടന്ന ശ്രീലങ്കൻ പര്യടനത്തിലും ഒന്നും വലിയ പ്രകടനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിലും ബംഗ്ലാദേശുമായിട്ടുള്ള ആ ഒരു പരമ്പരയിലെ T20 മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. പിന്നെ ഒക്ടോബറിൽ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് സൗത്ത് ആഫ്രിക്കയുമായി നടന്ന T20 മത്സരങ്ങളിലും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2 സെഞ്ചുറികളാണ് അദ്ദേഹം അന്ന് സൗത്ത് ആഫ്രിക്കയിൽ നേടിയത്. കഴിഞ്ഞ 2024 3 സെഞ്ചുറികളാണ് T20 ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ നേടിയിരിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകദിന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഏകദിന ഫോർമാറ്റിലും കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയിൽ പോയി ഒരു സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 3 വിക്കറ്റ് കീപ്പർമാരാണ് ഈ ഒരു വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നത്. അത് KL രാഹുലും ഋഷഭ് പന്തും സഞ്ജു സാംസണുമാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സങ്കടകരമായ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സഞ്ജു സാംസൺ വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറയാതെ ഈ വിജയ് ഹസാരെ ട്രോഫി ടൂർണമെന്റിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ് സ്പോർട്സ് ടുഡേ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ്. കാരണം T20 ഫോർമാറ്റ് ഇനി ഏത് ടീം അനൗൺസ് ചെയ്താലും അദ്ദേഹം ആ ടീമിന്റെ ഭാഗമായി ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഏകദിന ഫോർമാറ്റിലും കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നേടിയ ഒരു സെഞ്ചുറി അദ്ദേഹത്തിന് മുതൽക്കൂട്ടാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആയിട്ടെങ്കിലും ടീമിന്റെ ഭാഗമാകാനുള്ള ഒരു അവസരമാണ് സഞ്ജു സാംസന് കൈവന്നിരുന്നത്. അത് എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഏതായാലും ഇതൊന്നും വലിയ ഇഷ്യൂ ആവാതെ മാറട്ടെ. സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടട്ടെ. സഞ്ജു സാംസൺ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ ഇടം നേടട്ടെ എന്ന് തന്നെയാണ് എല്ലാ മലയാളികളായ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.